ഈ ഡീപ് സീക്കിൻ്റെ ഭൗമരാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് രഞ്ജിത്ത് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനതിൻ്റെ ഭൗമരാഷ്ട്രീയത്തെക്കുറിച്ച് കുറച്ച് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും അമേരിക്കൻ കാലിഫോർണിയയിലെ ടെക് കമ്പനികളാണ് ഈ എല്ലാത്തരം സാധനങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇപ്പം നിലവിൽ നിയന്ത്രിക്കുന്നത് ഈ കമ്പനികളാണ്. അപ്പോൾ അവർ എന്ത് നിങ്ങൾക്ക് തരുന്നു, ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾ രാവിലെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ഇതിനെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് ചൈനയിൽ നിന്ന് ഒരു ഓപ്പൺ AI മോഡലുകൾ പുറത്തു വന്നു. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് പല രീതിയിലാണ് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഇത്തരം കാലിഫോർണിയൻ കമ്പനികളുടെ മേധാവിത്വം അവസാനിക്കുമോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ഈ അമേരിക്കൻ കമ്പനികൾ കുറേ അധികം കാലമായിട്ട് ദരിദ്ര രാജ്യങ്ങളിൽ പ്രോക്സി വാർ നടത്തുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും മൈനിങ് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളിലും അതുപോലെയുള്ള ഹൈടെക് സാധനങ്ങളിലും റെയർ എർത്തുകളുടെ വലിയ തോതിൽ ഉപയോഗമുണ്ട്. നമ്മുടെ തോറിയം അല്ലെങ്കിൽ ലിത്യമൊക്കെ പോലെയുള്ള റെയർ എർത്തുകളുടെ വലിയ തോതിലുള്ള ഉപയോഗമുണ്ട്. ഇത് പൊതുവേ ആഫ്രിക്കയിൽ, റുവാണ്ട അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെയാണ്, ബോട്സ്വാന, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് വലിയ തോതിൽ മൈൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പെർപ്പച്വലായിട്ട് ഈ ടെക് കമ്പനികൾ പ്രോക്സി ആയിട്ട് അവരെല്ലാം കൺട്രോൾ ചെയ്യും. പെർപ്പച്വൽ വാറിലാണ് അവർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ജിയോ പൊളിറ്റിക്സ് ഈ ടെക്കിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനമെങ്കിൽ പോലും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായതൊന്നുമല്ല പറയേണ്ടത്. എന്താണ് ഈ ഇപ്പോഴത്തെ നിലവിലുള്ള AI ടെക്നോളജി എന്താണ്? അപ്പോൾ ഞാൻ അതിനകത്താണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മേൽപ്പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ സാധനം രഞ്ജിത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് വിശദമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചോളും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ AI മോഡലുകൾ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നത്. ഇപ്പം നിങ്ങൾ പലപ്പോഴും AI അല്ലെങ്കിൽ ഡീപ് സീക്ക് അല്ലെങ്കിൽ ChatGPT പോലെയുള്ള ടൂളുകൾ അല്ലെങ്കിൽ ഫേസ് റിക്കഗ്നൈസ് ചെയ്യാനുള്ള ദിവസേന നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഫേസ് ലോക്ക് എടുത്തിട്ട് ഫോൺ തുറക്കുക, ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് തുറക്കുക, ഇത്തരം കാര്യങ്ങൾ വേണ്ടി ദിവസേന ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഉള്ള ടെക്നോളജി എന്താണ് എന്ന് സാധാരണ ഒരാൾക്ക് നോൺ ടെക്നിക്കലായിട്ടുള്ള മനുഷ്യനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്നിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ രീതിയിൽ എൻ്റെ ടോക്ക് ഒന്ന് റീഫ്രൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഡോണ്ട് വറി, ഞാൻ ആ ജിയോ പൊളിറ്റിക്സ് ഇനി ഒട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇനി എന്നെക്കാളും സംസാരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒരു പ്രകൃതിയുടെ ഒരു വരദാനമാണ്. ഈ മനുഷ്യൻ്റെ തലച്ചോറ് ഒരു ദിവസം ചുമ്മാതിരിക്കും ഉണ്ടായതല്ല. നമ്മൾ ഏകദേശം നമ്മുടെ ഭൂമി ഉണ്ടായത് 4.7 ബില്യൺ ഇയേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഏകോശ ജീവികളൊക്കെ ഉണ്ടായത് ഒരു 3.7 ബില്യൺ ഇയേഴ്സ് ഒക്കെ മറ്റോ. അവിടുന്ന് സ്ലോലി പരിണമിച്ച് 2 ലക്ഷം വർഷം മറ്റോ മുമ്പാണ് നമ്മുടെ ഹോമോസാപ്പിയൻ ഇവോൾവ് ചെയ്തത്. അപ്പോൾ ഹോമോസാപ്പിയൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ അവനൊരു ഭയങ്കര അതിസങ്കീർണമായ തലച്ചോറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ തലച്ചോറ് യഥാർത്ഥത്തിൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾ നമുക്ക് ഒരു ഇന്ദ്രിയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഭയങ്കര കുഴപ്പമാണ് അല്ലേ. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങൾ എടുത്തിട്ട് ഒരു നാഡീവ്യൂഹം വഴി നമ്മുടെ തലച്ചോറിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോ എക്സൈറ്റേഷനും ഓരോ സിഗ്നലും, കാഴ്ചയാകട്ടെ, ചെവിയാകട്ടെ, കേൾവിയാകട്ടെ, അല്ലെങ്കിൽ സ്മെല്ലാകട്ടെ, ഇത് നമ്മുടെ ബ്രെയിനിനുള്ളിൽ പ്രോസസ്സ് ചെയ്യും. ബ്രെയിനിനുള്ളിൽ പ്രോസസ്സ് ചെയ്ത് ഇത് വേണ്ട രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യാനും റീസൺ ചെയ്യാനും അതിൽ ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് നടത്താനുമുള്ള കേപ്പബിലിറ്റി നമ്മുടെ ബ്രെയിനിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഇൻഡിപെൻഡൻ്റ് മനുഷ്യരായിട്ട് ഈ രാജ്യത്തോട്, ഈ സ്ഥലത്തൂടെ ജീവിച്ചു പോകുന്നത്. നമുക്ക് ചിന്തിക്കാനും നേരത്തെ പറഞ്ഞ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് അവബോധം ഉണ്ടാകാനും അത് എങ്ങനെയാണ് വരുന്നതെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഈ ബ്രെയിനാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ബ്രെയിനിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് കുറേ അധികം കാലമായിട്ട് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1940s ആളുകൾ ഈ ബ്രെയിനെ ഡൈസെക്റ്റ് ചെയ്യുകയും അതിനകത്ത് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിനിനുള്ളിൽ ന്യൂറോണുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
സംഗതിയാണുള്ളത്. ഈ ന്യൂറോണുകൾ ഏകദേശം ഇത്തരം ഒരു സ്ട്രക്ചറായിരിക്കും ന്യൂറോണുകൾക്കുണ്ടാകുക. ഒരു ന്യൂറോണിന് ഇപ്പോൾ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന ഒരു ന്യൂറോണാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ന്യൂറോണിൽ പല മറ്റ് ന്യൂറോണുകളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ന്യൂറോണുകൾ നിങ്ങൾ ഒരു കാഴ്ച കാണുമ്പോൾ, റോഡിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ പോകുന്ന എനിക്ക് കാണുമ്പം എൻ്റെ കണ്ണിൽ ആ ഇൻഫർമേഷൻ വന്നിട്ട് ഇത് ഏതൊക്കെയോ ന്യൂറോണുകളിൽ അകത്തുള്ള ഇതുപോലുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ന്യൂറോണുകളിൽ എവിടെയൊക്കെ ചെന്ന് ആ ഇൻഫർമേഷൻ ചെല്ലുകയും അത് എനിക്ക് എൻ്റെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ഓട്ടോറിക്ഷകളുമായിട്ട് കമ്പയർ ചെയ്ത് ഇതാ പോയത് ഇന്ന ആളുടെ ഓട്ടോറിക്ഷയാണ് എന്ന് പറയാനുള്ള ഒരു കേപ്പബിലിറ്റി തരികയും ചെയ്യും. അപ്പോൾ ഇത്തരം ഒരു വലിയ നെറ്റ്വർക്കാണ് നമ്മുടെ ബ്രെയിനിനുള്ളിലുള്ളത്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആളുകൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇൻ്റലിജൻസിനെ സിമുലേറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ പല രീതിയിൽ ആളുകൾ ശ്രമിച്ചു നോക്കി. പല തരത്തിൽ ഉള്ള അറ്റംപ്റ്റുകളുണ്ടായി. അപ്പോൾ അതിൽ ഒരു അറ്റംപ്റ്റ് നടത്തിയത് ഈ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ന്യൂറോണുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് നമുക്ക് കമ്പ്യൂട്ടറുകൾ കൊണ്ട് സിമുലേറ്റ് ചെയ്യാമോ എന്ന് ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചില പലതരത്തിലുള്ള വിഷയങ്ങൾ ഞാൻ അതിൻ്റെ ഒരു നോൺ ടെക്നിക്കലായിട്ടാണ് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ പ്രായപൂർത്തിയാകുന്ന ഏകദേശം 18 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ അവൻ്റെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് വളർന്ന് അല്ലെങ്കിൽ എല്ലാ ട്രെയിനിങ്ങുകളും സ്വീകരിച്ച് അവൻ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പൗരനായിട്ട് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഈ 18 വർഷത്തെ നിരന്തരമായ ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ ഇയാളെ പുറത്തു വിടുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിനുള്ളിൽ ഇവൻ പലതരത്തിലുള്ള ചിത്രങ്ങൾ കാണുക, മറ്റുള്ള പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള 100 കണക്കിന് കാര്യങ്ങൾ ചെയ്ത് അവൻ്റെ ബ്രെയിൻ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുട്ടിയുടെ ബ്രെയിനിനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഭയങ്കര ബോധപൂർവമായി ശ്രമിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരു കുട്ടിയെ നിങ്ങൾ പുതിയൊരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ അവന് ഇതുപോലെ സാധനങ്ങൾ കാണിച്ചു കൊടുക്കും. ഇത് കാറ്, ബസ്, ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ വീട്, അങ്ങനെയുള്ള സ്വിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പഠിപ്പിക്കും. കുട്ടികളെ പരിശീലിപ്പിച്ച് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് ഇത് സ്വന്തമായിട്ട് ഒരു പുതിയ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ പുതിയ മോഡൽ കാർ കണ്ടാൽ ഇത് കാറാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവൻ്റെ തലച്ചോറിനുള്ളിൽ ഈ സാധനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ സമൂഹം എംബഡഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നെക്സ്റ്റ് ടൈം ഇയാൾക്ക് ഇത് ഇൻഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ട്രെയിനിങ്ങിൻ്റെ ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം പുതിയതായിട്ട് പഠിപ്പിക്കുന്നത് ട്രെയിനിങ്. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വലിയൊരു തരം ട്രെയിനിങ് ആണ്. അപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യം കണ്ടു, ഇത് കഴിഞ്ഞിട്ട് ആ പഠിച്ച കാര്യം നമ്മൾ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻഫറൻസ് സ്റ്റേജ് ഉണ്ട്. അപ്പം നമ്മുടെ ബ്രെയിനിന് ആ ഇൻഫറൻസ് നടത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈ ബസ് കണ്ടുപിടിച്ച ഒരു കുട്ടി ഈ പടം കാണുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഏറ്റവും വലതേറ്റത്തുള്ളത് ഒരു ബസ്സാണ്, KSRTC ബസ്സാണ്. അപ്പോൾ അത് ഇൻസ്റ്റൻ്റായിട്ട് തിരിച്ചറിയുമായിരിക്കും അല്ലേ, കാരണം ബസ് കുറച്ച് കണ്ടിട്ടുള്ള കുട്ടി. അപ്പം നടുവിലുള്ള ഇതാണെങ്കിൽ ഈ കുട്ടി ഇത്തിരി മുതിർന്നൊരു കുട്ടിയാണ്, അത് വെള്ളത്തിൽ വീണ ബസ്സാണെന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ബസ് കണ്ടിട്ടുണ്ട്, വെള്ളം കണ്ടിട്ടുണ്ട്, ഇനി സാധനങ്ങൾ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സാധാരണ കാണാത്തൊരു സംഭവമാണെങ്കിൽ പോലും നമ്മുടെ ബ്രെയിന് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് ഇത് ഇന്നതാണെന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഇപ്പുറത്തിരിക്കുന്ന സാധനം. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ കോമൺ സീൻ. പക്ഷേ നമ്മുടെ ബ്രെയിനിന് ആ കോമൺ സീനുകളും അൺകോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡിഡക്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം ഒരു കേപ്പബിലിറ്റി കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ആളുകൾ ശ്രമിച്ചത്. അപ്പോൾ അത് ഒരു ചെറിയ എളുപ്പത്തിലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 5 സെൻസുകളുണ്ട്. അതിൽ ചെവി, അല്ലെങ്കിൽ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതുവരെയുള്ള ശ്രമങ്ങൾ നമ്മുടെ സ്പീച്ചിനെയും വിഷനെയും അറ്റാക്ക് ചെയ്യാനായിരുന്നു. നമ്മൾ സംസാരത്തെയും ഭാഷയെയും അതുപോലെ നമ്മുടെ കാഴ്ചയും അതിൻ്റെ ഇൻ്റലിജൻസ് എലമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്നായിരുന്നു നമ്മൾ ഇത്ര കാലം ശ്രമിച്ചത്. അതായത് സ്മെല്ലിലും അതുപോലെ ടച്ചിലും ഒക്കെ വളരെ മിനിമൽ ജോലികളെ നടന്നിട്ടുള്ളൂ. കാരണം അങ്ങനെ ഞാനത് പറയാൻ കാര്യം, ഞാൻ PhD ചെയ്തിരുന്ന സ്മെൽ ഡിറ്റക്ഷനിലായിരുന്നു. ഇതുപോലെ സാധനം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലമാണ്, നമുക്ക് സ്പീച്ച് പോലെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളിൽ സ്പീച്ച് അല്ലെങ്കിൽ വിഷൻ വിഷയങ്ങളിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കാനായിട്ട് ആളുകൾ പല രീതിയിൽ ശ്രമിച്ചു. 1956 മുതൽ ഇപ്പം വരെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യകാലത്ത് ഇത് വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സക്സസ്സേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ 2000-ന് ശേഷം, മേ ബി 2010-നൊക്കെ ശേഷം നല്ലപോലെ സക്സസ് നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാനുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് കൊണ്ട് വരുമ്പോൾ ഫോൺ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. അല്ലെങ്കിൽ നിങ്ങളൊരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരനാണ്, നിങ്ങളുടെ അടുത്തുള്ള ആളാണ്,
ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സജസ്റ്റ് ചെയ്ത് തരും. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ സ്പീച്ച് മലയാളത്തിലെ യൂണിക്കോഡായിട്ട് മാറ്റുകയും അല്ലെങ്കിൽ ടെക്സ്റ്റായിട്ട് മാറ്റിയും ആ ടെക്സ്റ്റിനെ എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ആക്കുകയും അത് അല്ലെങ്കിൽ വേറൊരു ഭാഷയാക്കി മാറ്റിയിട്ട് വേറൊരാൾക്ക് കേൾപ്പിച്ച് കൊടുക്കാനാകാൻ പറ്റുന്ന തരത്തിലുള്ള സിസ്റ്റംസ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളെല്ലാം തന്നെ നിലവിൽ ഈ നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ നെറ്റ്വർക്കുകളെ സിമുലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മാത്സ് ഒന്നും പറയുന്നില്ല, ഇറ്റ്സ് എ മാത്സ് ഇൻസൈഡ്. അപ്പോൾ ഇത് ഓരോ ന്യൂറോണിന് പകരം ഇതുപോലെ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചറാണ് ഇത്. ഇങ്ങനത്തെ ഒരു സാധനം കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ സിമുലേറ്റ് ചെയ്യാണ് നോക്കുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഇത് ബിൽഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് വലിയ നെറ്റ്വർക്കുകൾ, ബ്രെയിനിനുള്ളിലുള്ള പോലെ തന്നെയുള്ള വലിയ ഒമ്പൻ നെറ്റ്വർക്കുകൾ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ടും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസായിട്ടും ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് മനുഷ്യക്കുട്ടിയുടെ സ്റ്റേറ്റസ് ആണ് ഈ ഇതിനുള്ളത്. ഇനിയിപ്പോൾ മനുഷ്യക്കുട്ടീനെ നമ്മൾ പലതരം ചിത്രങ്ങളും പാട്ടുകളും പടങ്ങളും ഒക്കെ കാണിച്ച് പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ, അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അതൊരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചറാണ്. അതിനെ നമ്മൾ പലതരം ചിത്രങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഭാഷയാണെങ്കിൽ ഭാഷയുടെ മോഡലുകൾ കാണിച്ചിട്ട് ഇത് ഇന്നതാണ്, ഇത് മലയാളത്തിലുള്ള അച്ഛൻ എന്ന വാക്കാണ് അത് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ശബ്ദത്തെ അച്ഛൻ എന്ന പദവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇതിനെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കുട്ടിയെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിന് അത്തരം സംവിധാനങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മോഡലുകൾ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ലേമനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേറെ ഇതൊന്നും ആലോചിക്കേണ്ട. ഒരു പെട്ടി, ഈ പെട്ടി കൊണ്ട് നമ്മളിവിടെ കൊണ്ട് വെച്ചിരിക്കുക. എന്നിട്ട് ഈ പെട്ടീനെ നമ്മൾ പടങ്ങൾ കാണിച്ചു കൊടുക്കും, പലതരം പടങ്ങൾ കാണിച്ചു കൊടുത്ത് നമ്മൾ പറയും ഇത് പശു, ഇത് പൂച്ച, ഇത് കാറ്, ഇത് ഫെസ് എന്നിങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് വി ആർ ടീച്ചിങ് ദിസ് ബോക്സ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മളൊരു പടം കാണിച്ചാൽ ഇത് ഇന്നതാണെന്ന് പറയാൻ തുടങ്ങും. അതുപോലെ ഒരു ബ്ലാക്ക് ബോക്സ് ഒരു മോഡലായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഇതിനുള്ള മാത്സ് എല്ലാം നമ്മൾ എഞ്ചിനീയറിംഗുകാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും, ഡോണ്ട് വറി. അപ്പോൾ ഇത്തരം മോഡലുകൾ ഉണ്ടാകും ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചാറ്റ് GPT അല്ലെങ്കിൽ ഇപ്പോൾ ഡാലിയോ പോലെയുള്ള നിരവധി മോഡലുകൾ ലഭ്യമാണ്. ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. 2 കാര്യങ്ങൾ നമുക്ക് ചെയ്തെങ്കിൽ ഈ പെട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അതൊന്ന്, ഈ ട്രെയിൻ ചെയ്യണം. കുട്ടിയെ ട്രെയിൻ ചെയ്തത് നമ്മൾ പറഞ്ഞു, ഒരു സാധനം കാണിച്ചു, കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ട്രെയിൻ ചെയ്തു. അപ്പോൾ കുട്ടിയുടെ തലയ്ക്കുള്ളിൽ എന്തോ ചില കാര്യങ്ങൾ അത് എംബഡഡ് ആയിപ്പോയി. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞുകൂടി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഇതേ പണി ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചിത്രങ്ങൾ കാണിച്ച് കമ്പ്യൂട്ടറിനെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് വിളിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ട്രെയിനിങ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട ഈ പടം നോക്കിയാൽ മതി. ഇത് വളരെ ഞാൻ ഒരിക്കൽ നമ്മുടെ അവിടെ ഒരു കൊച്ചുകുട്ടികളുടെ ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ ഉണ്ടാക്കിയ പടമാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ട്രെയിനിങ് നടത്തുന്നതെന്ന് അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ചലഞ്ച് എന്താണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഈ പടം നോക്കിയോ, പടത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 വാട്ടർ ടാങ്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ നിറമാണ്. ഒരെണ്ണത്തിന് നീല, ഒരെണ്ണത്തിന് പച്ച, മറ്റേ നിറത്തിൻ്റെ പേരെന്താണ് പിങ്കോ, അങ്ങനെ എന്തോ ഒരു നിറമാണ് അല്ലേ, മെറൂൺ. സം ഓഫ് ദ ലേഡീസ് മൈറ്റ് ബി നോയിങ്. ഐ എം വെരി ബാഡ് അറ്റ് കളേഴ്സ്. അപ്പോൾ ഈ ടാങ്കുകളിൽ നിന്നെല്ലാം വേറൊരു ടാങ്കിലേക്ക് ഒരു പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വാട്ടർ ടാങ്കുകളാണ്. നടുവിലത്തെ ടാങ്ക്, നടുവിൽ 2 സെറ്റ് ടാങ്ക് ഉണ്ട്. എല്ലാം രണ്ടുണ്ട്, സിമെട്രിക്കലായിട്ട് കണക്ട് ചെയ്യും. ഇവിടുന്ന് 3 കണക്ട് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് 3 കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ടാങ്കിന് ഈ വരുന്ന വെള്ളത്തെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അവിടുന്ന് വീണ്ടും വേറെ ടാങ്കിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ടാപ്പ് തിരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാം, അവസാനം മിക്സ് ചെയ്യാം. അവസാനം ഒരു ടാപ്പുണ്ട്. അപ്പോൾ എൻ്റെ ആവശ്യം ഈ അവസാനത്തെ ടാപ്പിൽ കൂടെ മഞ്ഞ നിറത്തിലുള്ള വെള്ളം വരുന്നത്. എൻ്റെ റിക്വയർമെൻറ്റ് അതാണ്. ഏറ്റവും അവസാനത്തെ ടാപ്പിൽ കൂടെ മഞ്ഞ നിറത്തിലുള്ള വെള്ളം പുറത്തേക്ക് വരണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ടാപ്പ് തിരിച്ചു നോക്കും. ഈ ടാപ്പ് തിരിച്ചിട്ട് മഞ്ഞ വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഫ്രണ്ടിലെ ടാപ്പ് തിരിച്ചു നോക്കും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എവിടെയെങ്കിലും മഞ്ഞയുടെ അടുത്തെത്തുന്നുണ്ടോ നോക്കും. മഞ്ഞ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് തിരിക്കും. ബാക്ക് വീണ്ടും തിരിക്കും. എന്നിട്ട് വീണ്ടും ഫ്രണ്ടിൽ പോയി തിരിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ നാൾ ഇത് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഏതെങ്കിലും ഇത് മഞ്ഞ വരുന്ന ഒരു കോമ്പിനേഷൻ കണ്ടെത്താനാവും. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് ഈ മഞ്ഞ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഈ നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്തെന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇങ്ങനെ ഇത് ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഈ ടാപ്പിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാം, തിരുവനന്തപുരത്ത് നിന്ന് ഇതുപോലെ ഒരു സംവിധാനം കൊല്ലത്ത് പിടിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി. ഇനി ട്രെയിനിങ് വേണ്ട. നിങ്ങൾ ഈ ടാപ്പുകളുടെ പൊസിഷൻ മാത്രം ഇത് 10 ഡിഗ്രി തിരിച്ചു വെക്കണം, ഇത് 3 ഡിഗ്രി തിരിച്ചു വെക്കണം, ഇത് 15 ഡിഗ്രി തിരിച്ചു വെച്ചാൽ ഇതെല്ലാം കൂടെ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഇത് വരുമെന്നറിയാം. അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ തിരിച്ചു വെക്കുന്ന ടാപ്പുകളുടെ പൊസിഷനെയാണ്
നമ്മൾ വെയിറ്റുകൾ എന്ന് വിളിക്കുക. ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളെ വെയിറ്റുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഇതിൻ്റെ ഹ്യൂജ് കോടാനുകൂടി ന്യൂറോണുകൾ ഇങ്ങനത്തെ വലിയൊരു ഒരു സിസ്റ്റമാണ് നിങ്ങളുടെ ChatGPT-യോ അല്ലെങ്കിൽ അതുപോലത്തെയുള്ള വലിയ പ്രാക്ടിക്കൽ AI മോഡലുകൾ ഇത്തരത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള വലിയൊരു സിസ്റ്റമാണ്. അപ്പോൾ ഞാനൊരു ടിപ്പിക്കൽ നമ്മൾ സ്കൂൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇത്. പലതരത്തിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കണക്ഷനും തമ്മിൽ വെയിറ്റുകളും ഓരോ കണക്ഷനുകളും തമ്മിൽ ഈ വെയിറ്റുകളുണ്ട്, അതായത് ടാപ്പിൻ്റെ പൊസിഷൻസ് ഉണ്ട്. ഇനി ടെക് കമ്പനികളൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വളരെ വലിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് നമ്മുടെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരം ഡേറ്റ, പലതരം ടെക്സ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ഇമേജ് ഡേറ്റ ഉപയോഗിച്ച് ഇതിനെ പരിശീലിപ്പിച്ചിട്ട് അങ്ങനെ പരിശീലിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വലിയ കറക്റ്റായിട്ട് ഇത് നിങ്ങളുടെ മുഖം കാണിച്ചത് നിങ്ങളുടേതാണെന്ന് പറയുന്ന ഒരു വെയിറ്റ് മെട്രിക്സ് ഉണ്ടാവും, വെയിറ്റ് കിട്ടുന്നുണ്ടാവും. ഈ വെയിറ്റ് മെട്രിക്സ് ആണ് ഇവരുടെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അവരുടെ പ്രധാന ആ വെയിറ്റിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവർ പൈസ കൊടുത്ത് അല്ലെങ്കിൽ റിസർച്ച് നടത്തി ഉണ്ടാക്കിയ ഒരു ഭയങ്കര അവരുടെ ക്യാപിറ്റലാണിത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധനങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്, ഈ കമ്പനികളെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ OpenAI എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയ ഒരു മോഡൽ, അതിന് 1.7 ട്രില്യൺ വെയിറ്റുകളാണുള്ളത്. 1-2 അല്ല, ട്രില്യൺ ഈസ് സംതിങ് ലൈക്ക് 10⁻⁷ ബിഗ് നമ്പർ. ഇറ്റ്സ് എ ബിഗ് നമ്പർ. അത്രയും വെയിറ്റുകളുള്ള വലിയൊരു നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ OpenAIയുടെ മോഡൽ. അപ്പോൾ ആ മോഡൽ ഉപയോഗിക്കാനുള്ള ഒരു വിൻഡോ ആണ് അല്ലെങ്കിൽ ഒരു ജനലാണ് നിങ്ങളുടെ ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ChatGPT ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങളുടെ ഇൻഫർമേഷൻ ഇവിടുന്ന് നിങ്ങൾ കൊടുത്ത സാധനം എടുത്ത് ഇൻ്റർനെറ്റ് വഴി ഇവൻ എവിടെയോ സ്ഥലത്ത് വെച്ചിരിക്കുന്ന സെർവർ ഫാമുകളിലിരിക്കുന്ന ഇത്ര വലിയൊരു നെറ്റ്വർക്ക് കയറി അവിടുന്ന് ഔട്ട്പുട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വെയിറ്റ് മോഡൽ OpenAIയുടെ ഒരു കൊമേഴ്സ്യൽ രഹസ്യമാണ് ഈ വെയിറ്റ് മെട്രിക്സ്. അപ്പോൾ ഈ വെയിറ്റ് മെട്രിക്സ് ഇവർ ഇപ്പോൾ 9 മാസത്തെ ട്രെയിനിങ് കൊണ്ടാണ് ഇവർ ഈ ChatGPTയുടെ ലേറ്റസ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് എൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ട്രെയിനിങ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഡിഫിക്കൽട്ട് മാത്രമല്ല, ഇതിന് കമ്പ്യൂട്ടറുകളുടെ എണ്ണം വളരെ വലിയ നമ്പേഴ്സ് വേണം. ആ നമ്പേഴ്സ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളല്ല, പകരം GPU എന്ന് പറഞ്ഞ പ്രത്യേക തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. GPUകൾ യഥാർത്ഥത്തിൽ നമ്മുടെ പടങ്ങൾ അല്ലെങ്കിൽ വീഡിയോ റെൻഡറിങ്ങിന് ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഒറിജിനലി ഡിസൈൻ ചെയ്തുണ്ടാക്കിയത്. പക്ഷേ വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് AI/ML ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഹൈ എൻഡ് ആയിട്ടുള്ള GPUകൾ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള GPU എന്ന് പറയുന്നത് H100 എന്ന് പറഞ്ഞ GPU. H100 എന്ന് പറഞ്ഞൊരു മോഡലാണ്. NVIDIA എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ഇറക്കുന്നത്. AMD എന്ന് പറഞ്ഞ വേറെ കമ്പനി ഇതിനൊരു ഓൾട്ടർനേറ്റ് സാധനം ഇറക്കുന്നത്. HPയുടെ H100 GPUവിന് ഏകദേശം 30 ലക്ഷം രൂപയോളം വിലയുണ്ട് ഒരെണ്ണത്തിന്. അപ്പോൾ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വെക്കുന്ന ഇങ്ങനത്തെ ഒരു കാർഡ് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ 10,000-ഉം 50,000 എണ്ണത്തിൻ്റെ ഫാമുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ട്രെയിനിങ്ങുകൾ നടത്തുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റലിസ്റ്റ് ആളുകൾ ഇവരതിൻ്റെ കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ലോങ് ടൈം പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ GPUകൾ വേറെ രാജ്യങ്ങൾക്ക് കൊടുക്കില്ല. എസ്പെഷ്യലി ചൈന അല്ലെങ്കിൽ തേർഡ് വേൾഡിലുള്ള ഇവർക്ക് പ്രോമിസിങ് അല്ലെങ്കിൽ ത്രട്ടനിങ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഇത് കൊടുക്കാതിരിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. നമുക്ക് 2 രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമുക്ക് ഇഷ്ടംപോലെ ഡേറ്റ വേണം. ആ ഡേറ്റ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ അയക്കുന്ന ഓരോ ഇമെയിലും, Gmail ഉപയോഗിച്ച് അയക്കുന്ന ഓരോ ഇമെയിലും ഗൂഗിളിൻ്റെ ഡേറ്റ ബേസിലേക്കാണ് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ് ആപ്പിലേക്കോ ഫ്ലിക്കറിലേക്കോ ലോഡ് ഓഫ് ഇൻസ്റ്റാഗ്രാമിലേക്കോ ഒക്കെ അയക്കുന്ന ഓരോ പടവും ഓരോ സാധനങ്ങളും അവരുടെ ട്രെയിനിങ് ഡേറ്റയിലേക്കാണ് നിങ്ങളൊരു കോൺട്രിബ്യൂഷനാണ്. നിങ്ങൾ അറിയുന്നില്ല, നമ്മളറിയാതെ തന്നെ അത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് ഇൻ്റർനെറ്റിൽ കുറച്ച് സംഘടിതമായ ഒരു ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഇനി GPUകൾ ആണ് ഇപ്പോൾ അവർ തടഞ്ഞു വെച്ചത്. അപ്പോൾ ഡേറ്റയും GPUവും ഈ അൽഗോരിതംസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചൈനയെ ഇത് തടസ്സപ്പെടുത്തിയപ്പോൾ ആളുകൾ ചെയ്തത് കുറച്ചുകൂടെ ലോവർ ഗ്രേഡ് GPUകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്തരം GPUകളുണ്ട്. ഇത് നമ്മുടെ ഒരു 4.45 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ ഇത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ V100 എന്ന് പറഞ്ഞ് വേറെ ഒന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ അവൈലബിൾ ആയിട്ടുള്ള 8-9 ലക്ഷം രൂപയുടെ ഒരു GPUകളാണ്.
ഇങ്ങനത്തെ GPUകൾ ഉപയോഗിച്ച്, അതായത് കുറച്ചുകൂടി ലോവർ ഗ്രേഡ് GPUകളാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നാച്ചുറലി അവർ ചെയ്തത് ഈ ലെസർ പവറുള്ള GPU കൊണ്ട് എങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ ട്രെയിൻ ചെയ്യാമെന്നുള്ള എക്സ്പ്ലോറേഷനാണ് ചൈനീസ് കമ്പനി നടത്തിയത്. അപ്പോൾ അവരത് ചെയ്തതെന്ന് വെച്ചാൽ അവരതിനെ നമുക്ക് ആവശ്യം സൃഷ്ടിയുടെ മാതാവ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇതിൻ്റെ ഈ മറ്റേ ഇതിനു മുമ്പ് US അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന അൽഗോരിതംസിൻ്റെ ട്രെയിനിങ് രീതികളെ തന്നെ പൊളിച്ചെഴുതിക്കൊണ്ട് ലോവർ എൻഡ് സിസ്റ്റംസിൽ ട്രെയിൻ ചെയ്യാവുന്ന അൽഗോരിതംസ് ഉണ്ടാക്കി. അതുകൂടാതെ ഈ ഇങ്ങനെ ട്രെയിൻ ചെയ്ത അൽഗോരിതങ്ങളുടെ മോഡലുകളുടെ സൈസ് വളരെ ചെറുതാക്കി. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ 1.7 ട്രില്യൺ ആണ് നമ്മളുടെ ഓപ്പൺ എഐയുടെ മോഡലിൻ്റെ സൈസ്. ഇവരത് 671 ബില്യണിലേക്ക് താത്തി. പ്ലസ് ഇവർ അവസാനത്തെ ഒരു സ്ട്രൈക്കിംഗ് കൂടെ നടത്തിയെന്ന് വെച്ചാൽ ഈ വെയിറ്റുകൾ അതങ്ങ് ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വെയിറ്റുകൾ. ഈ വെയിറ്റുകൾ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളെടുത്ത് ഉപയോഗിച്ചോളൂ. വി ഹാവ് നോ ഒബ്ജെക്ഷൻ. അതായത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു സെറ്റ് GPU ഉണ്ടെങ്കിൽ ഈ വെയിറ്റുകൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് കൂടാതെ അതിൻ്റെയൊക്കെ ലെസർ മോഡലുകൾ നമ്മുടെ ലാപ്ടോപ്പുകളിലോ അല്ലെങ്കിൽ കുറച്ച് നല്ല മെഷീനുകളിലോ ഓടുന്ന മോഡലുകൾ ഇവർ റിലീസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ടെക്നോളജിക്കലി ഭയങ്കര ഡിസ്റപ്ഷനാണ്. കാലിഫോർണിയൻ ടെക് കമ്പനികൾക്ക് എതിരെ ഉണ്ടായ ഒരു ടെക്നോളജിക്കൽ ഡിസ്റപ്ഷനാണ് ഇത് ഓപ്പൺ അപ്പ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റ് കമ്പനികളും പല മോഡലുകളും ഓപ്പൺ അപ്പ് അല്ലെങ്കിൽ ആ വെയിറ്റുകൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ ഒക്കിലേക്ക് വന്നു. അതായത് പലതരം ഇന്നോവേഷൻസും ആളുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, പലതരത്തിൽ ഉള്ള പുതിയ മോഡലുകൾ വരാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ കാണുന്ന ChatGPT അല്ലെങ്കിൽ ഉള്ള ഈ മോഡലുകൾ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്നാണ് വിളിക്കുക. ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്താണ് ചെയ്യുന്നതെന്നും കൂടെ, പ്രത്യേകിച്ച് നിങ്ങൾ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി തരണം. ഇപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ചെയ്യുന്നത് ഇപ്പോൾ അതിനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് അറിയാവുന്ന മറ്റേ രഞ്ജിത്തുണ്ട്, ബിജു ഉണ്ട്, സാജു ഉണ്ട്, അച്ചു സാറുണ്ട്, മേ ബി കപ്പിൾ ഓഫ് പീപ്പിൾ ഐ നോ. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ ആണ് ഞാൻ സംസാരിക്കേണ്ടത്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ സദസ്സിൽ ഞാനോട് സംസാരിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ബ്രെയിൻ അതിന് തയ്യാറെടുത്ത് വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഇതാണ് ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് സംസാരിക്കണം എന്ന് എൻ്റെ ബ്രെയിനിൽ ആദ്യം തുടങ്ങേണ്ടത് എങ്ങനെയാണ് എന്ന് എൻ്റെ ബ്രെയിനിന് ഒരു ഐഡിയ ഉണ്ട്. ആദ്യം ഒരു വാചകം ഞാൻ പറയും, ബഹുമാനപ്പെട്ട അച്ചു ശങ്കർ സാർ ഇങ്ങനെ പറഞ്ഞു വരും. അത് കഴിഞ്ഞ് അടുത്ത വാക്ക് എന്താണ് പറയേണ്ടതെന്ന് എൻ്റെ ബ്രെയിനിന് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പിന്നെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എന്നോട് വിഷയം പറയുക. അപ്പോൾ ഞാൻ വിഷയത്തിൻ്റെ ഒരു കുറച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടെ ചേർന്ന് എൻ്റെ കണ്ടക്സ്റ്റിലായി ഞാൻ ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇത്രയും കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഇനി വരേണ്ട കാര്യം എന്താ? ഇതിന് കണക്റ്റഡ് ആയിട്ടുള്ള ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ബ്രെയിൻ എന്ത് ചെയ്യും? അടുത്തത് തരും. അപ്പോൾ അങ്ങനെ സീക്വൻഷ്യലായിട്ട് ഓരോ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ അതായത് അതിന് രണ്ട് കാര്യമുള്ള നമ്മൾ ഇനീഷ്യലി നിങ്ങളുടെ കണ്ടക്ഷൻ, നിങ്ങൾ പറഞ്ഞെടുത്ത കാര്യം, നിങ്ങൾ ആരാണ് എന്താണ് എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് പറയേണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഇത്രയും പറഞ്ഞതിൻ്റെ ബാക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും കാണാതെ പഠിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം ജസ്റ്റ് അവിടെ നോക്കിയിട്ട് അങ്ങനെ എൻ്റെ ഈ മനസ്സിൽ നിന്ന് ഇങ്ങനെ വരിക. അപ്പോൾ അത് ആ കണ്ടക്സ്റ്റ് എന്ന സാധനം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വാക്ക് എന്തായിരിക്കും വരുന്നത് എന്ന് എൻ്റെ ബ്രെയിനിന് ഒരു ഐഡിയ ഉണ്ട്. അത് കഴിഞ്ഞ് വരേണ്ടത് എന്താണെന്നൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഈ ഐഡിയയെ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു സംഗതി കൊടുത്താൽ അടുത്ത വാക്ക് എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രോബബിൾ വാക്ക് ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നോക്കിയാൽ ദ സ്കൈ ഈസ് എന്ന് പറഞ്ഞിട്ട് ബ്ലൂ ആവാനുള്ള സാധ്യത ഒരു 0.6% ചാൻസ് ഉണ്ട്. ക്ലിയർ ആണ് അടുത്ത വാക്ക് പറയാനുള്ള സാധനം വേറെ ഒരു 2% അല്ലെങ്കിൽ 0.2% ചാൻസ് ഉണ്ട്. റെഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. വേറെ എന്തെങ്കിലും ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പറയാം ഏറ്റവും ലൈക്ലി ആയിട്ടുള്ള സ്കൈ ഈസ് ബ്ലൂ എന്നായിരിക്കും പുറത്തേക്ക് നോക്കിയാൽ പറയാം. അപ്പോൾ ഇനി ആ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? അടുത്ത വാക്കിന് എന്തോ ഒരെണ്ണം വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ഈ ബ്ലൂവും കൂടെ ചേർത്തിട്ടുള്ള ഒരു കണ്ടക്സ്റ്റിൽ എന്താണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള AI മോഡലുകളാണ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ. അപ്പോൾ ഈ മോഡലുകൾ പലതരത്തിൽ നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിന് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ChatGPTയോ അല്ലെങ്കിൽ DeepSeekോ പോലുള്ള സാധനങ്ങൾ നോക്കിയാൽ അതിങ്ങനെ ഓരോന്നായിട്ടാണ് വരിക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആദ്യം ഒരെണ്ണം വന്നു, അത് കഴിഞ്ഞ് ഒന്ന് വന്നു, ഇങ്ങനെ വരിക. അപ്പോൾ അത്
ഇറ്റ് ഈസ് കമ്പ്യൂട്ടിങ് ആൻഡ് ഗിവിങ് യു ന്യൂ തിങ്സ്. ഈ ചൈനീസ് മോഡലുകൾ പുറത്ത് വന്നപ്പോൾ ആളുകൾ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അത് ചൈനയെക്കുറിച്ചൊന്നും പറയൂല എന്നുള്ള. അത് ശരിയാണ്, ചൈനയെക്കുറിച്ച് പറയൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാർ റൺ ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ അവരെക്കുറിച്ചൊന്നും പറയൂല. അപ്പം നമ്മൾ ഇന്ത്യ മോഡിജിയുടെ ഒരു സംവിധാനം ഇത് ഉണ്ടാക്കട്ടെ, ഇവിടെക്കുറിച്ചൊന്നും പറയൂല. അത് നാച്ചുറലാണ്. പക്ഷേ അതിൻ്റെ അണ്ടർലൈങ് മോഡൽ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ആ മോഡൽ എന്ന് പറയുന്നത് അതിന് രാഷ്ട്രീയമോ പൊളിറ്റിക്സോ ഒന്നുമില്ല. ദാറ്റ്സ് എ മാത്തമാറ്റിക്കൽ തിങ്. അപ്പോൾ അത് നമുക്ക് തന്നിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ മോഡൽ ഇവിടെ റൺ ചെയ്തിട്ട് ആ മോഡലിനോട് ടിയാൻമെൻ സ്ക്വയറിനെ കുറിച്ച് വെച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. അപ്പോൾ അതാണ് അവർ നടത്തിയിട്ടുള്ള ഇൻ്റർവെൻഷനും. അവരുടെ പൊളിറ്റിക്കൽ സാധനങ്ങൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ന്യായം. പക്ഷേ നിങ്ങൾ ആ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സാധനങ്ങൾ പബ്ലിക്കിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിച്ചു. നിങ്ങളുടെ ഇതുപോലത്തെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി നിങ്ങൾ ഉപയോഗിച്ചു. ആരും നിങ്ങളെ തടയുന്നില്ല. അങ്ങനെയാണ് അവർ അതിനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡലുകൾ എടുത്തിട്ട് നമുക്ക് റീട്രെയിൻ ചെയ്യാൻ പറ്റും. ഈ മോഡലുകളുടെ ഗുണമെന്ന് വെച്ചാൽ ഏത് AI മോഡലുകൾ എടുത്താലും നമുക്ക് കുട്ടികളെ ദുർഗുണ പരിഹാര പാഠശാലയിൽ വിടുന്ന പോലെ അവിടെ പോയിട്ട് കുറച്ചുകൂടെ നന്നാക്കി കൊണ്ടുവരാം. അതുപോലെ തന്നെയാണ് AI മോഡൽ നമ്മുടെ കൈ കിട്ടുക. നമുക്ക് റീട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ വിഷയങ്ങൾ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളം മാത്രം റീട്രെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു ടൂളുകൾ മാത്രം അല്ലെങ്കിൽ ആ ഇൻപുട്ടുകൾ മാത്രം കൊടുത്തിട്ട് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് പലതരത്തിലുള്ള പുതിയ പോസിബിലിറ്റീസുമാണ് തുറന്നു തരുന്നത്. ഇതിനൊക്കെയുള്ള പ്രോബ്ലം ഒന്ന് കമ്പ്യൂട്ടിംഗ് പവറും ഒന്ന് ഡേറ്റയുമാണ്. അപ്പോൾ മലയാളത്തിൽ മേ ബി നിങ്ങൾ മെയിനായിട്ട് മലയാളത്തിലല്ലേ ഡീൽ ചെയ്യുന്നത്. മലയാളത്തിൽ ഇത് കൃത്യമായിട്ട് വരുന്നില്ല എന്ന ആളുകൾ വലിയൊരു പരാതിയുണ്ട്. അതിൻ്റെ റീസൺ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ സഫിഷ്യൻറ്റ് ഡേറ്റ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ മലയാളത്തിൽ ഇതിനെ ട്രെയിൻ ചെയ്യാനായിട്ട് സഫിഷ്യൻറ്റ് ഡേറ്റ ഇതുവരെയും അവർക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് വളരെ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾ പലതും ഡീപ്സീക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ഗ്രോക്ക് എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഈ ഗ്രോക്കൊക്കെ നല്ല രീതിയിൽ മലയാളം ഇത് ചെയ്ത് തരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചതാണ് മലയാളത്തിന്. ഇപ്പോൾ ഞാൻ രഞ്ജിത്തുമായിട്ട് സംസാരിച്ചും പ്രൂഫ് റീഡിങ് എന്താണ് എന്ന് പറഞ്ഞൊരു ചെറിയ ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് തന്നത് ഇങ്ങനെ പ്രൂഫ് റീഡിങ് ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ ഞാൻ മലയാളത്തിലോട്ട് മാറ്റാൻ പറഞ്ഞപ്പോഴത്തേക്ക് മലയാളത്തിൽ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. മലയാളത്തിലേക്ക് ഇത് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. ദിസ് വിൽ റൺ ചെയ്യാൻ. അപ്പോൾ ഒരു ചെറിയ ലാംഗ്വേജ് എഡിറ്റർ ഉണ്ട്. ലാംഗ്വേജ് എഡിറ്റർക്ക് ഇതിനെ തിരുത്തി നേരെയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ അന്ത്യം ഏകദേശം ആയിട്ടുണ്ട്. കാരണം അത് എഴുതുന്ന ആളുകളുടെ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സബ്ജക്ട് നോളജും പ്ലസ് ഒരു നല്ല ലാംഗ്വേജ് എഡിറ്ററും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾ പടച്ചു വിടാൻ പറ്റും. അപ്പോൾ അത് ഇനി അതുപോലെ തന്നെ ഇത്തരം പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ ഒരു കാര്യമാണ്. ഇദ്ദേഹം കമ്മ്യൂണലിസത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാനായിട്ടുള്ള ഒരു സ്ഥാനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണലിസത്തെക്കുറിച്ച് ഒരു പ്രോംപ്റ്റ് ഇത് ഞാൻ വളരെ ചെറുതാണ് കൊടുത്തത്. ഇപ്പോൾ ഇത് പക്ഷേ എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വിശദമായിട്ട് കൊടുക്കാം. ഒരു കമ്മ്യൂണലിസത്തെക്കുറിച്ച് ഒരു ബുക്ക് എഴുതുക, യൂറോപ്പിലെ കമ്മ്യൂണൽ ഇഷ്യൂസ്, റഷ്യൻ സാധനങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും കവർ ചെയ്തിട്ടുള്ള വലിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു ഔട്ട്ലൈൻ ഇട്ട് തരും. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ എനിക്കൊരു ഔട്ട്ലൈൻ ഇട്ട് തന്നത് ഇങ്ങനെയാണ്. ഉണ്ടോ, ബുക്കിൻ്റെ ഔട്ട്ലൈന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പർപ്പസ് ഇതിൻ്റെ സ്കോപ്പ് ചെയ്തായിരിക്കണം, എന്നിട്ട് ഇത് ഓരോന്നും പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കണം ഏകദേശം ഇതിൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നൂറുകണക്കിന് കമ്മ്യൂണലിസത്തെക്കുറിച്ചുള്ള നൂറുകണക്കിന് പുസ്തകങ്ങൾ വേറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളിൽ എങ്ങനെയായിരിക്കും നോക്കിയിട്ട് അതുപോലൊരു സാധനം എഴുതി തന്നതാണ്. അപ്പോൾ ഇതിനൊരു പ്രോബ്ലം, ചിലപ്പോൾ തെറ്റെഴുതി തരും. അതിന് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് എക്സ്പെർട്ടുകൾ ഇല്ലെങ്കിൽ ഇത് നടത്താൻ പറ്റൂല. പക്ഷേ സബ്ജക്റ്റ് എക്സ്പെർട്ടുകൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടും. എനിക്കിപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ടിനോട് ഇങ്ങനെ ഒരു സാധനം എഴുതണമെങ്കിൽ അയാൾ ഒരു മിനിമം 3 ദിവസം എടുക്കും. ബട്ട് ഇഫ് യു ഗീവ് ഹിം ആൻഡ് വി ക്യാൻ വെരി ഈസിലി കറക്റ്റ്. ഇറ്റ്സ് മൈ കേസ് ഓൾസോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ പടപടാന്ന് ഞാനത് നേരെയാക്കി തരും. എനിക്കറിയാവുന്ന വിഷയമാണെങ്കിൽ ഞാൻ നേരെയാക്കും. അപ്പോൾ അങ്ങനെ ഇത് പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻസും നടത്തി വയ്ക്കരുത് ഇത്തരം കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം. അതിനകത്ത് ഈ സംഗതി തന്നെ ഞാൻ ലോക്കൽ ഇപ്പം നെറ്റിൽ നിന്നല്ലേ നിങ്ങൾ കാണിച്ചത്. അപ്പോൾ ഇതേ കാര്യം തന്നെ ഞങ്ങളുടെ ഓഫീസിൽ ഡീപ്സീക്കിൻ്റെ ഒരു മോഡൽ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കി. ഇത് ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ മോഡൽ എന്ന് വെച്ചാൽ 671 ബില്യൺ മോഡലിന് പകരം ഞങ്ങൾ ഉപയോഗിച്ചേക്കുന്നത്
14 ബില്യൻ്റെ മോഡൽ ഒരു സ്മോൾ മോഡൽ എൻ്റെ ഈ ലാപ്പിലോട് ഇത് നെറ്റ് കട്ട് ദ നെറ്റ് ഞാൻ എൻ്റെ നെറ്റ് കട്ട് ചെയ്യാൻ പോവാം സോ ദാറ്റ് നോ നെറ്റ് റൈറ്റ് ദ ഔട്ട്ലൈൻ ഓഫ് എ ബുക്ക് ഓൺ ഓക്കെ ദിസ് ഐ എം ഗോയിങ് ടു സെൻഡ് അപ്പോൾ നൗ ദിസ് ഇസ് റണ്ണിങ് ഓൺ മൈ മെഷീൻ എൻ്റെ മെഷീനിലാണ് ഓടുന്നത് വേറെ എങ്ങുമില്ല അത് എൻ്റെ മെഷീൻ കുറച്ച് സ്ലോ ഇറ്റ് ഈസ് തിങ്കിങ് സോ ആഫ്റ്റർ സം ടൈം ഓക്കെ നൗ ഇറ്റ് ഇസ് സ്പിഡിങ് ഔട്ട് വൺ ബൈ വൺ ഉണ്ടോ ഓരോന്ന് ഇടുക സോ ഐ വിൽ മേക്ക് ഇറ്റ് എ ലിറ്റിൽ ബിഗർ അത് ഓരോന്ന് വരുന്നുണ്ടോ അപ്പോൾ ഇറ്റ് ഈസ് കമ്പ്യൂട്ടിങ് നെക്സ്റ്റ് വാട്ട് ഈസ് നെക്സ്റ്റ് ഇറ്റ്സ് കമ്പ്യൂട്ടിങ് ആൻഡ് ദെൻ ഗീവിങ് ഔട്ട് ഇത്ര നേരം കഴിയുമ്പോൾ ഇത് ഇട്ട് തരും അപ്പോൾ ഇതാണ് ഈ മോഡൽ ഇവർ ചെയ്ത ഇൻ്റർവെൻഷൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻ്റെ ലാപ്ടോപ്പ് വളരെ ഒരു മോഡസ്റ്റ് ലാപ്ടോപ്പാണ്, അതിൽ എനിക്കിത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് വിഷയത്തെക്കുറിച്ച് ഇത് എഴുതി തരും. സോ യു ഹാവ് എ വാക്കിംഗ് കമ്പാനിയൻ സോ ഹൂ ക്യാൻ സ്പീക്ക് ഓൺ എനിത്തിങ്. അപ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് ഇൻ്റർവെൻഷൻ in the next human progress or all these political thing will be dependent on this kind of AI. അപ്പോൾ അതിന് പലതരത്തിലുള്ള മറ്റ് ഇഷ്യൂസ് ഉണ്ട്, എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ ഹാലൂസിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വിഷയങ്ങളുണ്ട്. ലോട്ട് ഓഫ് തിങ്സ് വിച്ച് in future we may correct or we may not, but we don't know. But this is going to be a very good thing. Okay, so I think I will stop now. സാർ കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു വിശദമായിട്ട് ഒരു ബ്രോഡർ വ്യൂ തരുമായിരിക്കും. അപ്പോൾ ലെറ്റ് ഇറ്റ് ഗോ ഓൺ. സോ ഇറ്റ്സ് ജനറേറ്റിംഗ് വൺ ടു തിങ്, ഇത് നല്ല പവർ ഇൻറ്റൻസീവാണ്. ഫ്യൂച്ചറിൽ പവർ റിക്വയർമെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് പവർ റിക്വയർമെൻറ്റ് വരും. നല്ല ഇത് എൻ്റെ ലാപ്ടോപ്പ് നല്ല ചൂടായി പോകും. ഇപ്പോൾ തന്നെ ഇതിന് അടിയിൽ നിന്ന് ചൂടറിയാൻ പറ്റുന്നു, വളരെ ചൂടാകുന്നുണ്ട്. അത് എഴുതിക്കൊണ്ട് സ്റ്റിൽ റൈറ്റിംഗ് ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് 5 minutes. ലെറ്റ്സ് സാറിനും ഇതൊന്നും